മദനകാമേശ്വരൻ കറക്റ്റാ. അയാള് പറയുന്നതെല്ലാം ഫലിക്കുന്നുണ്ട്. ആ ഞാൻ പറഞ്ഞില്ലേ അയാൾ പറഞ്ഞൊക്കെ ശരിയാവുന്നു. അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളും ശരിയാവുന്നുണ്ടല്ലോടാ. അതും ശരിയാണല്ലോടാ. തന്തയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും കളഞ്ഞേ പറ്റൂ. ആ പറടി. വാങ്ങിച്ച് മണ്ണെണ്ണയും പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. പച്ചക്കറി ഉണങ്ങി. ആ വരും വരും വരും. മോളെ കൊടുക്കണ്ട നീ. വരും. എന്നിട്ട് ഞാൻ ഇപ്പൊ ഒരു മീറ്റിങ്ങിലാണ്. വരും. ആ ആ ഉമ്മ മീറ്റിംഗില്ല. എന്ത് മീറ്റിംഗ്? ഇതൊക്കെ മീറ്റിംഗ് ഇല്ലേ പിന്നെ? பெண்ணே எந்தன் கண்ணை பார் உள்ளே லட்சம் வெண்ணீலா உந்தன் கண்கள் என்னை கண்டதும் லட்சங்கள் கோடியாய் மாறுதம்மா அடி போனது போக എവന്റെ ഈ പാട്ടും കുത്തും മേലെ ഈ വീട്ടിൽ വെച്ചു പോരുത്. ഒരുത്തനോ നശിച്ചു. ഇനി നീയും തുടങ്ങിക്കോ. ഞാൻ അവിടെ മീൻ കഴി വെച്ചിട്ടുണ്ട്. നീ പോയി കറി വെച്ചേ. എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട്. അമ്മ എനിക്കൊരു അസൈൻമെന്റ് ചെയ്യാനുണ്ട്. ഇത്രയും നേരം നീ ഇവിടെ നിന്ന് TV കാണുകയല്ലായിരുന്നോ? കറി വെക്കാൻ പറഞ്ഞപ്പോ അവളുടെ ഒരു അസൈൻമെന്റ്. സത്യമായിട്ട് എഴുതാനുണ്ട് അമ്മ. ഡീ എഴിച്ചു പോടി. പോയി കറി വെക്കടി. അമ്മ അമ്മ ഉണ്ണീശോയെ മാതാവേ ഔസേപ്പിതാവേ രക്ഷിക്കണേ. പുൽക്കൂട്ടിലിടയൻ കാവൽ മുലകമാർ. ജയ് ജവാൻ ജയ് കിസാൻ. അമ്മേ പാൽ. ഓക്കെ അമ്മേ പാൽ. നിക്കടാ അവിടെ. എവിടായിരുന്നടാ നീ ഈ 3 ദിവസം? പോക്കിരി റിലീസ്. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ 27 വയസ്സ് തികഞ്ഞു നിനക്ക്. അറിയോ? നിന്റെ കൂടെ പഠിച്ച ജോർജും ബിബിനും ഒക്കെ ഗവൺമെന്റ് ജോലിക്കാരാ. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? ഞാനും PSC ചെയ്യുന്നുണ്ടല്ലോ. എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ. അവരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളുമായി. ജോർജിനും കുട്ടിയാമ്മ. ആ കുട്ടിയായി. എന്തു കുട്ടി? സൈമ, നീ വിഷയം മാറ്റാൻ നോക്കല്ലേ. നീ ഒന്നുകൂടെ അമ്മാന്ന് വിളിച്ചേ. ഇങ്ങോട്ട് മൂത്തോക്കി വിളിയടാ. അമ്മ ഇക്കടാ അവിടെ. നെഞ്ചിനോട്ട് കുത്താതമ്മ. നിന്റെ നെഞ്ച്. അമ്മ കറി വറുത്തരച്ചാ മതിയോ? പോയി പുളിയും മുളകും വേടി. ആ കൊളാക്കി തരാം. കഴിച്ചിട്ട് വന്ന് നന്നായി. ഊതറാ ഊത്. നിന്നോടാ പറഞ്ഞ ഊതാൻ. ഊത്. ഇതിലോട്ട് ഊതടാ. ഇറങ്ങണ ഇറങ്ങണ ഇറങ്ങ. ഞാൻ പോവേ. ആ നീ പൊയ്ക്കോ. 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിന് ഒറ്റ കൊടുത്ത നീചനായ യൂദാസാണ് ഞാൻ. എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ കിരീടം? എവിടെ എന്റെ ചെങ്കോൾ? എവിടെ എന്റെ ചെങ്കോൾ? ആരെവിടെ? ആരെവിടെ? ഉടൻ തന്നെ 101 ആനകളെയും 101 കുതിരകളെയും 101 കുതിരകളെയും അണിനിരക്കുവിൻ. എങ്ങനെയാണ് കലാപ്രതിഭ? മോളെ തെറി. മോളെ വേട്ടക്കാരൻ. അത് உங்களுக்கெல்லாம் போலீஸ்காரன் பத்தாதடா. வேற வேட்டக்காரன் தானா வேணும். നെക്സ്റ്റ് പോക്കിരി. ஒரு வாட்டி முடிவு பண்ணிட்டானா என் பேச்சு நானே கேட்க மாட்டேன். പൊളിച്ച്. നീ പ്രതിഭയല്ല, കലാപ്രതിഭ. അപ്പന്റെ വില കാട്ടിൽ. കൊള്ളാലോടെ ഗണേശ, കൊച്ചിന്റെ സ്റ്റാർ സൈനിലോട്ട് ഫ്ലാറ്റ് കിട്ടുമല്ലോ. എന്റെ പൊന്നു മൂസാക്ക, നമുക്ക് ഫ്ലാറ്റിൽ കിടന്ന് ഉറക്കൊന്നും വരത്തില്ല. നിങ്ങൾക്ക് അറിയാലോ. അതിന് നീ ഏത് ഫ്ലാറ്റിലാണ് കിടന്നുറങ്ങിയ? അങ്ങനെയൊന്നുമില്ല. ഫ്ലാറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. അല്ലേലും ഇങ്ങനെ മണ്ടന. സ്റ്റാർ സിംഗർ പാട്ടുകാർക്കുള്ള, അല്ലാതെ അഭിനയിക്കുന്നവർക്കല്ല. അതൊക്കെ വേറെ പരടിയോ. അത് പോടാ, എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. എനിക്ക് വിജയന്റെ കൂടെ അഭിനയിക്കണം. വേലായത്തിലെ ശബ്ദിച്ചേ പോലെ. എന്റെ മോൾക്ക് അത്ര എന്തിനാ ഈ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കുന്നേ? മോളെ, ഇവന്മാര് തല കുത്തി നിന്നിട്ട് വരെ അങ്ങേരെ കാണാൻ പോലും പറ്റിയിട്ടില്ല. പിന്നല്ലേ അഭിനയം. ഇതൊന്നും നടക്കത്തില്ല മോളെ. ഇവന്മാർക്ക് വട്ട് നിങ്ങളുടെ മാമയ്ക്കാ. എന്റെ വീട്ടിൽ നിന്ന് പല രാത്രി നിങ്ങൾ വീട്ടിൽ അവരാധം പറയും. ചുമ്മാ ഞങ്ങൾ പെണ്ണുമ്പിള്ള ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ. വിഷമായോ? നമ്മൾ വിജയണ്ണന്റെ കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്യും, ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്യും. ഓക്കെ? ലക്ഷ്മി, ഒന്നുമില്ല. നിന്റെ അപ്പനെങ്ങും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോവാ. ഒന്ന് വെയിറ്റ് ചെയ്യ് സാറേ.
അപ്പനിപ്പം ഇങ്ങ് വരും. ലക്ഷ്മി 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 സോറി, ഒരു അല്പം ലേറ്റായി. എന്തോ അപ്പാ, എത്ര നേരം ഗ്ലാസും കഴുകി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. എന്തിനാണ് എനിക്ക് ഇത്ര വെള്ളം ഒഴിച്ച്? ഇല്ലേ കൂമ്പ് പാടും. പിന്നെ എന്തുണ്ട് വിശേഷം നമ്മുടെ സ്റ്റേഷനിലെ വിശേഷങ്ങൾ? അവിടെ എന്തോ സാറേ, പെൺവാണിഭം, പിള്ളാരെ കിടത്തൽ, സദാചാരം, ഗുണ്ടാസംഘം. മടുപ്പ് കേസ് തന്നെ. ഇതാ ഞാൻ അങ്ങോട്ട് വരാത്ത മതിയായി. ഇക്കൊല്ലം കൊണ്ട് ഞാനങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. അയ്യോ സാറ് നിർത്തല്ലേ സാറേ, ആ എസ് ഐ സാറിന്റെ ഇടികൊണ്ട് ഞങ്ങൾ ചാവും. അയാളെ എന്തെങ്കിലും ചെയ്തിട്ട് സാറ് അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനേ ഇത്തവണ ഇലക്ഷന് നിന്നാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ആ നല്ലതാ സാറേ, സാറ് തന്നെ നിൽക്കണേ. സാറിൻ്റെ അപ്പം ജോൺ സാറ് മന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം സ്വർഗമായിരുന്നു, സ്വർഗം. അപ്പനായിട്ട് തുടങ്ങി വെച്ച പാർട്ടിയല്ലേ, വീട്ടിൽ നിന്ന് അമ്മച്ചൊക്കെ ഭയങ്കര പ്രഷറാണ്. ഇനി ഇറങ്ങിയില്ലെങ്കിൽ പാർട്ടി കയ്യിൽ നിന്ന് പോകും. സാർ അറിയണം സാറേ, നമ്മൾ വിജയ് ഫാൻസിന്റെ ഫുൾ സപ്പോർട്ടാണ്. അല്ലടാ ബിജു? ഫുൾ സാറേ ഫുൾ സപ്പോർട്ടാ, പക്ഷെ ഒരു ഫുള്ള് കൂടെ എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ പടം എന്നാ റിലീസ്? ആകെ പ്രശ്നമാണ് സാറേ, തിയേറ്റർ സമരം മൊത്തം കുഴപ്പം. അതാ ഇവന്റെ പ്രശ്നം. ഇനി സൈമ, എന്റെ പ്രശ്നം ഞാൻ പറയാം. ലക്ഷ്മി എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല. അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. അമ്മയെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥയില്ല. ഇന്നൊന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ ഊതിക്കുന്ന സാധനം വീട്ടിൽ നിന്ന് എടുത്ത് കളയണം. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. സൈമ, ഞാനൊരു കാര്യം പറയാം. മേലെ നീ വെളിയിൽ പോയിരുന്ന് വെള്ളം അടിക്കരുത്. നിനക്ക് അടിക്കണമെങ്കിൽ എന്നോട് പേരുന്ന് അടിക്ക്. പോളിയപ്പൻ. ആ പൊളിഞ്ഞിരിക്കും. അതെ വരണ വഴി. ലക്ഷ്മി ഒരു പാവമാണ്. അയ്യോ, ജാതി മതം ഒന്നും നോക്കാതെ അവളിവിടെ വന്നു. അതിന്റെ കാണാനുണ്ട്. അവള് വന്ന കാലം മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെ ഇനി നടക്കില്ല. അപ്പനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. പെണ്ണുങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാ. നമ്മളായിട്ടൊന്നും മാറ്റാൻ നിൽക്കണ്ടെന്നേ. നാളെ ആ പെണ്ണെ പോയി കണ്ടോണം. ഞാൻ കണ്ടാ മതിയാ. അപ്പനറിയാലോ, തുപ്പാക്കി ഞാൻ 22-ാം തവണ ന്യൂ തിയേറ്ററിൽ വെച്ച് കണ്ടോണ്ടിരുന്നപ്പോ വിജയണ്ണന്റെ എൻട്രിക്ക് നിർത്താതെ എഴുന്നേറ്റ് നിന്ന് ബിസിലടിച്ച പെൺകുട്ടി. അവളെ ഞാൻ കണ്ടത്തുള്ളൂ. സൈമ, കുറെ നാളായിട്ട് ഞാനത് കേൾക്കുന്നു. അവൾ ആരെ എന്താണെന്ന് പോലും നിനക്കറിയില്ല. ആ ബ്രോക്കർ ത്രേസ്യ ചേച്ചി പറഞ്ഞ പെണ്ണിനെ നാളെ പോയി കണ്ടോണം. ചായ കുടിക്ക്. മറിയാമ്മ ഉണ്ടാക്കിയാണോ ഈ ചായ? അല്ല, അമ്മച്ചി ഉണ്ടാക്കിയതാ. എന്തേ, കൊള്ളത്തില്ലേ? കൊള്ളാം, ഭയങ്കര കടുപ്പം. ഇത്ര കടുപ്പത്തിൽ ഞാൻ ചായ കുടിക്കാറില്ല. സൈമൺ എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല. പുലിമുരുകന്റെ ടിക്കറ്റ് അന്ന് സൈമന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ബ്ലാക്കിൽ വാങ്ങിച്ചത്. അതാണ് എവിടെ കണ്ട പരിചയം. ശ്രീകുമാറിന്ന്. പക്ഷെ 300 രൂപ വാങ്ങിച്ചു. പുലിമുരുകന് 300 രൂപ അത്ര കൂടുതലൊന്നല്ല. അതുകൊട്ടെ, മറിയാമ്മയ്ക്ക് വിജയ് സാറിന് ഇഷ്ടമാണോ? വിജയ് സാറോ? വിജയ് സേതുപതി. ഇളയ ദളപതി വിജയ്. അപ്പോ സൈമൺ എന്താ ജോബ്? ഭൈരവയുടെ റിലീസ് എടുത്ത് വരുവാണല്ലോ, അതുകൊണ്ടിപ്പോ ജോലിക്ക് പോവാറില്ല. വിജയ് സാറിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് പറഞ്ഞില്ല. അത് പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് സൂര്യനെ ഇഷ്ടം. ഏത് സൂര്യ? സിംഗം സൂര്യ. അല്ല, PSC ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ, ജോലി കിട്ടത്തില്ലേ? പിന്നെ കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്യേ. സെൽവണ്ണൻ. സെൽവണ്ണ. വണക്കം സെൽവണ്ണേ. സെൽവണ്ണ. ആര്? സെൽവണ്ണ. അതാര്? ഫിക്സ് പണിയാച്ചാ. റിലീസ് ഡേറ്റാ എപ്പാ? என்ன சார்
ഹലോ 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 പാലഭിഷേകം പാലഭിഷേകം വേണ്ടാന്നോ? ശ്ശെ, പാലഭിഷേകം ആ എടാ റിലീസിന്റെ അന്ന് പാലഭിഷേകം വേണ്ട. ആര് പറഞ്ഞു? സെൽവൻ. അയാളാരാ? അയാൾ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി. അതെ, സെൽവൻ തമിഴ്നാട്ടിലെ കാര്യം നോക്കിയാൽ മതി. കേരളത്തിലെ കാര്യം നോക്കാൻ നമുക്കറിയാം. ആ വിജയണ്ണന് പാലഭിഷേകം ഇല്ലാതെ ഇവിടെ പടം റിലീസ് നടക്കില്ല. നടക്കില്ല. നീ അവിടെ ഇരിക്കടാ. 2 പാക്കറ്റ് പാല് പൊടിച്ചു വെക്കണ കേസല്ലേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യടാ. നമ്മളിങ്ങനെ ക്ഷമിക്കുന്നോണ്ടാ നമുക്ക് ഫോട്ടോഷൂട്ട് കിട്ടാത്ത. ആ സെൽവിനോട് നല്ല ഇടി കൊടുക്കണം. ഇരിക്കാം. നീ അടങ്ങ്. അല്ല ശരിക്കും നിങ്ങൾക്ക് എന്താ പരിപാടി? അല്ല ഞാനാണല്ലോ ഈ ഇളയദളപതി രസികർ മണ്ഡലം സെക്രട്ടറി. ഞാൻ ആരുമല്ല, യൂബർ ഡ്രൈവർ മൂസ. ഈ ഉപ്പിന് ഇന്ത്യയിൽ എന്താ പറഞ്ഞേ? ഉപ്പിന് നമുക്ക് 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 നമുക്കല്ല, ഉപ്പിന്. ഉപ്പിനെയാണ് നമുക്കെന്ന് പറയുന്നത്. നമുക്ക് എന്തിനാ ഇത്ര ഇട്ടേ? എടാ, പണി അറിയാതൊക്കെ പറഞ്ഞു വിടറ. ശരി മുതലാളി. വേണമെങ്കിൽ നീ അവനോട് അങ്ങ് പോക്കോ. എന്റെ കുടുംബം മുതലാളി എന്റെ പുൽസയില് കറക്റ്റ് നമുക്കാ. കറക്റ്റ് നമുക്ക് ഇട്ട് ഒരു പുൾസേക്ക് എടുത്തേ നോക്കട്ടെ. ജൽദി കരോ. എന്തിനാണ് നിനക്ക് ശമ്പളം തരണേ? ഗുളിക കഴിക്കുന്നത് കൊണ്ട് അറിയാതെ മയങ്ങിപ്പോയതാ. എന്നാ മര്യാദ എടുത്തോണം. തുറക്കണ കയറ്റ്. സമയം കഴിഞ്ഞു. തുറക്കണോ? മുതലാളി എത്ര നേരമായിട്ട് വിളിക്കുന്ന? നീ കാര്യം വേണപ്പാ. ആ കോശി ഡോക്ടർ വിളിച്ചിരുന്നു. അയാളുടെ അസിസ്റ്റന്റ് ഡോക്ടർ ചോമൻ, അവനാള് ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിൽ നിന്ന് അവൻ കോപ്പി ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല. പക്ഷെ അവൻ കമ്മീഷണർ കണ്ട പിന്നെ പണിയാ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? അവനൊരു ഫോട്ടോ എടുത്ത് വാട്സ്